Hello guys, welcome back to another day and another video. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് വേറെ എങ്ങോട്ടുമല്ല, കോതമംഗലത്ത് നിന്നും വെറും 10 കിലോമീറ്റർ മാറി കാണപ്പെടുന്ന ഭൂതങ്ങൾ കെട്ടി എന്നറിയപ്പെടുന്ന ഭൂതത്താൻ കെട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ കോതമംഗലത്ത് നിന്ന് തിരിഞ്ഞ് കയറുന്ന വഴിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പച്ചപ്പോട് കൂടിയ വഴി തന്നെയാണ്. എന്താ പറയുക, രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ സീനറി ഉണ്ട്. കാരണം ഒരു ചെറിയ കൂളിംഗും ഉണ്ട്, നല്ല രസമുണ്ട് ഇതുവഴി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും പോയി നോക്കാം സമയം കളയാണ്ട്. ദേ ഈ പാലം ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ്, ഇതാണ് പുതിയ ഭൂതത്താൻകെട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പഴയ അണക്കെട്ട്. അവിടെ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ്, വണ്ടി അതുവഴി പോകാൻ പറ്റില്ല, പാലത്തിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല. ഇതാണ് നിലവിലിപ്പോൾ പുതുതായിട്ട് പണിതേക്കുന്ന പാലം. അവിടെയാണ് അതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ലൊരു എന്താ പറയുക, യെല്ലോയും റെഡ് ആ ഒരു കളർ കോംബോ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഐ ക്യാച്ചിങ് ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വെള്ളം ഒരു ഇന്നത് കുത്തി ഒഴുകി വരുന്നുണ്ട്. കൊള്ളാം, എന്നായാലും നൈസാട്ടോ. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന് എന്തായാലും. കാരണം സ്കൈ കാണാൻ അടിപൊളിയാണ് അല്ലേ, നോക്കി ശരിയല്ലേ? സോറി ഗൈസ്, എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാൻമെയ്ഡ് ഭൂതത്താൻകെട്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഒറിജിനൽ ഭൂതത്താൻകെട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കേക്കടെയാണ് കേട്ടോ. അതും കാടിൻ്റെ ഒറ്റ നടുക്കാട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാട്ടിയുടെ കയറി പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭൂതങ്ങൾ കെട്ടിയ അണക്കെട്ടെന്ന് പറയുന്നത് മിത്താണോ ഫാക്റ്റാണോ എന്നറിയില്ല, അത് കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും എൻ്റെ കൂടെ ഒരു ആളെ അസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഗൈഡിന് കിട്ടിയിട്ടുണ്ട്, പോളേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിനെ എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും പുള്ളിയുടെ കൂടെ വാചകടിച്ച് പഴയ അണക്കെട്ട് പോയി ഒന്ന് കണ്ടേച്ചും വരാം. ഇതാണ് നമ്മളുടെ സ്വന്തം പോളേട്ടൻ. പോളേട്ടൻ നല്ല വെച്ച് കീച്ചു കേട്ടോ. പോളേട്ടൻ ഇതുവഴി നടന്ന് എക്സ്പീരിയൻസ്ഡാണ്. പുള്ളി നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് നടന്നിട്ടാണെങ്കിൽ കാല് വേദനിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്നാലും പോയി നോക്കാം. നല്ല വഴുവഴുക്കലുള്ള പാലത്തിൽ കിടന്നേ പോളേട്ടൻ വെറുതെ പാരകണ്ട് ചെരുപ്പിട്ട് തെന്നാണ്ട് നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ പതുക്കെ തെന്നി നടക്കുന്നുണ്ട്. അമ്മേ അയ്യോ, ഓ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ വയസ്സാം കാലത്ത് പിന്നരുത് എന്നാ ഒരു സ്റ്റാമിനയാണ്. കൊള്ളാം, അടിപൊളി മനുഷ്യൻ. ഇനി പോളേട്ടൻ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നതാണോ? കാരണം വേറെ ആരെയും കാണാനുമില്ല. നമ്മളിങ്ങനെ കാടിൻ്റെ നടുക്കേക്കടെ പോകുന്നുമുണ്ട്. പിന്നെ നമ്മളൊക്കെ ഓൾറെഡി ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര അഡ്വാൻറ്റേജാണ്. നമുക്ക് ആ ഒരു ഓക്സിജൻ്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും. എന്താണ് ബാക്കിയുള്ള ഓക്സിജനും അവിടുത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഓക്സിജനിൽ നിന്ന് മാറി ഇവിടെ വന്ന് ശ്വസിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെ കേട്ടോ. എല്ലാ വർഷവും അല്ലേ? വർഷത്തിൽ മാത്രമാണ് പൂക്കത്തുള്ളൂ. ആൾക്കാർ കയറാറുണ്ട് അതിൻ്റെ ഉള്ളിട്ട്. തീരെ വെട്ടയില്ലല്ലേ. നമ്മൾ നിലവിലിപ്പോൾ കേവിലാണ് കേട്ടോ ഉള്ളത്. ഇടയ്ക്കൽ കേവ്. ഓക്കെ. ഓക്കെ. നമ്മൾ കേരളത്തിൽ 44 നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കിടക്കുന്നത് പടിഞ്ഞാട്ടുള്ളൂ പെരിയാറ്. ഇത് ഭഗവാൻ ശിവനും പാർവതി ദേവിയുടെ കൈലാസത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പെടണം, കാശ്വര ഭിന്നപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാൻ പുരാണങ്ങൾ കൺകൂട്ടും ദേവൻ ക്ഷിപ്രകോപേണ പെട്ടെന്ന് ദേഷ്യം എന്ന പറയുക. കാരണം ഇത് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ നിന്റെ കൂടെ താമസിക്കുന്ന ആരുടെ പാർവതിയുടെ കൂട്ടിൽ ചടി തുടങ്ങി. അവിടെ നിന്ന് നേരെ പോരുക, പ്രത്യക്ഷമാവുന്ന അവരുടെ ശൈലി അതാണ്. അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് തൃക്കാരൂർ എന്ന ശിവക്ഷേത്രം അവിടെയാണ്. തൊട്ടടുത്താണ്, ഒത്തിരി ദൂരമൊന്നുമല്ല. 3-5-6 കിലോമീറ്റർ പോയാൽ മതി. അവിടെ ക്ഷേത്രത്തിൽ വന്ന് ഇതൊരു തപസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നിമിത്തം പോലെ ഒരു കശവിശ ഭാര്യയായിട്ടുണ്ടായത്. ഏതായാലും അത് മുതലാക്കിക്കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി ദേവൻ അവിടെ നിന്ന് പോകുന്നത് നേരെ പോകുന്നത് തൃക്കാർ ക്ഷേത്രത്തിൽ വന്ന് തപസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ദേവി എന്ന് അദ്ദേഹത്തോട്ട് പറഞ്ഞില്ല, ഭാര്യ പറഞ്ഞില്ല, നിങ്ങൾ പോരുദേവാന്ന് അദ്ദേഹത്തോട്ട് പറഞ്ഞില്ല. കാരണം നമുക്കറിയാം ദൈവത്തിന്റെ സ്വഭാവത്തിന് സ്വഭാവം അറിയാൻ ഭാര്യ എന്നുള്ള പരിഗണന എന്നത് കിട്ടിയെന്ന് ഒരിക്കൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ തൃക്കണ്ണ് തേടയി ഓർത്ത് ഭസ്മായി കളയാം. രണ്ടാമത് നിസ്സാര കേസുള്ളൂ. അപ്പോൾ ഇന്നലെ നാളെ തിരിച്ച് കൈലാസയ്ക്ക് ഇദ്ദേഹം മടങ്ങുമെന്നാണ് അവർ ധരിച്ചത്. പക്ഷെ സംഭവിച്ചു മറ്റൊന്നാണ് ദിവസങ്ങളാഴ്ചകൾ മാസങ്ങളായിട്ട് ഇദ്ദേഹം തിരിച്ച് കൈലാസയ്ക്ക് മടങ്ങിയിട്ടില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ ദേവനില്ലാത്ത കൈലാസം ശൂന്യമാണ്. ദേവിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങായി നാസില്ലാത്ത കളരി പോലെ. അപ്പോൾ ദേവനെ തിരിച്ച് കൈലാസത്തിലേക്ക് അനിവാര്യമായ സാഹചര്യം, അത്യാവശ്യ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദേവി തന്നെ അന്വേഷിച്ചിറങ്ങി, വേറെ ആരെയും കൂട്ടാൻ നിന്നില്ല. അന്വേഷിച്ചിറങ്ങുന്നു. അവസാനം തൃക്കാരി ക്ഷേത്രത്തിൽ കണ്ടെത്തിയെങ്കിലും ആധികാരികമായിട്ട് അമ്പലം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാലൊന്നും ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അവർ ആലോചിച്ചു എങ്ങനെ ദേവനെ പ്രകോപിപ്പിക്കാതെ ശുദ്ധനാകാതെ ദേഷ്യം പിടിപ്പിക്കാതെ ശാന്തനായിട്ട് കൈലാസത്തിൽ മടക്കി എത്തിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയൊരു ആൻസറാണ്, തന്ത്രമാണ്. അത് ശക്തമായിട്ട് പെരിയാർ നദി കിടക്കുന്ന പറഞ്ഞാൽ ഇവിടെയാണ് ഈ പ്രകൃതി പാറകളാണ് കൂട്ടിച്ചേർക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ഇവിടെ ഒരു ഡാം, ഒരു ചെറ അണ കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേവൻ ഇരിക്കുന്ന തൃക്കാരി ക്ഷേത്ര സമയത്ത് ക്ഷേത്രം വെള്ളത്തിനടിയിലേക്ക് പോകും. അപ്പൊ ദേവൻ വെള്ളം പോയി കഴിഞ്ഞാൽ ദേവൻ വെള്ളത്തിലിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ അവർ ചിന്തിക്കുന്നു. ഘട്ടം തീരുമാനിച്ചു. പക്ഷെ ഘട്ടം തീരുമാനിച്ചുള്ള അവർക്കൊരു പ്രശ്നം, ഇത്രയും വലിയൊരു പദ്ധതിയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അപ്പൊ അവരാലോചിച്ചപ്പോഴാണ് ദേവന് ഭൂതനാഥാണ് ദേവൻ. അപ്പോൾ സൈന്യമുണ്ട്, സേനയുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സഹകരിച്ചാൽ മതി, നമുക്ക് ദേവനെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സഹകരിക്കുന്നു പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞു, പറ്റില്ല എന്നാണ്. കാരണം ദേവന്റെയാണ് ഭൂതമാണ്, ദേവന പ്രശ്നമാണ്, ദേവന്റെ പരാജയം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നാലും ഇതിന്റെ ആവശ്യകത ഗൗരവം മനസ്സിലാക്കേണ്ട ഒരു ദിവസം രാത്രിയാണ് ഈ ചെയ്യാന്ന്, ഒറ്റ ദിവസം രാത്രിയാണ്. രാത്രി കാരണക്കാണ് അവർക്ക് ശക്തി ഉള്ളതെന്ന് നമ്മൾ കഥകളൊക്കെ. ഏതായാലും ഒറ്റ ദിവസം രാത്രി കൊണ്ട് നമുക്കത് കഴിയുമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു സാധിക്കും, നിങ്ങൾക്കത് കഴിയുമെന്ന് പറഞ്ഞു. അവർ കൂട്ടിക്കൊണ്ട് വരുന്നപ്പോൾ ടാർഗറ്റ് ഇത് കിട്ടുന്നു. അനന്തപുഷം ഡാം ഇങ്ങനെ പ്രവേശിച്ച് വെള്ളം പോയി എന്നപ്പോൾ ദേശം നശിക്കുന്ന അവസ്ഥ. ക്ഷേത്രം 3.5 വർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ സമയത്ത് ദേവനെ സംബന്ധിച്ച് ഇന്ദ്രിയജ്ഞാനുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം മനസ്സിലാക്കി നമുക്കിട്ട് ഇവിടെ പാരം കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പരാജയനായി തിരിച്ചങ്ങോടിയുണ്ട്. അവരെ അങ്ങോട്ട് സ്വന്തം ഭാര്യ എടുത്ത് പരാജയം ചെല്ലുക എന്നുള്ളത് ഭർത്താക്കന്മാർക്ക് പൂർവ്വ താല്പര്യമല്ല നമുക്കറിയാം. മനുഷ്യർ ഭർത്താക്കന്മാർ പോലും ഇത്ര താല്പര്യമുള്ള കേസൊന്നുമല്ല, ചില ഭർത്താക്കന്മാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും ദേവനാകുമ്പോഴത്തെ പുസ്തകം കൂടും, തിരികെ കൂടുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് രൂപം പ്രാപിക്കാൻ സ്വയം പ്രാപ്തരാണെന്ന് പറയപ്പെടും ദേവന്മാർക്ക്. ചന്ദ്രന്മാർക്ക് ഇദ്ദേഹം പെട്ടെന്നാളുകൾ ഒരു കോഴിപ്പൂനായിട്ട് പൂങ്കോഴിയായിട്ട് രൂപം പ്രാപിച്ച് അവിടുന്ന് പറന്നു വന്ന് ആ കാണുന്ന സ്ഥലം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കല്ലുകൾ 3-5 കല്ലുകളെ തോട്ടത്തിൽ പ്രസരിച്ചിട്ടുണ്ട്. ആ എസ്റ്റേറ്റിലെ കല്ലുകളിൽ വന്ന ഒരു കല്ലിൽ വന്നിട്ട് ദേവൻ കോഴിപ്പൂനായിട്ട് മാറി ദേവൻ സജ്ജമായിട്ടിരുന്ന് കുറേ നേരം പണി ആസ്വദിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന കല്ലുകളെടുത്ത് ഇത് ഫിനിഷായി നശിപ്പിച്ചേക്കാം എന്നുള്ള ചിന്താഗതിക്ക് അവർ ആ കല്ലെടുത്ത് വെക്കാനായിട്ട് ആർത്തായിട്ട് ചെല്ലുന്ന സമയത്ത് ദേവനിരിക്കുന്ന കല്ലിലിരുന്ന് ദേവൻ കോഴിപ്പൂനായിട്ട് മാറി ദേവൻ ശക്തമായിട്ട് ചിറകടിച്ചു പോകുന്നു. കോഴി നമ്മൾ കേട്ടിരിക്കുന്ന സാധാരണ രീതിയിൽ നേരം പുലരുന്നു എന്നാണ് അങ്ങനെയാണ്. ഏതായാലും അവരാലോചിച്ചു നേരം പുലരാൻ പോവാണ്, തെറ്റിദ്ധരിക്കുന്നു. ഭൂതത്തന്മാർ നേതാവ് പറയുന്നത് നേരം പുലരാൻ പോവാണ്, നമ്മൾ ഇനിയുള്ള നിന്ന പ്രശ്നമാണ്, മനുഷ്യരുടെ ശക്തിയാണ് താല്പര്യമില്ല. ഒന്ന് രണ്ടാമത് അവർക്ക് കൈലാസത്തിലേക്ക് മടങ്ങാനുള്ള സ്ട്രെങ്ത് ആരോഗ്യം വേണം. അപ്പോൾ പകല വെളിച്ചത്തിൽ നിന്ന് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേതാവിന് പറയാൻ അപൂർണമായി കിട്ടിയിട്ട് പിന്തിരിഞ്ഞ പെരിയാറിന്റെ ഈ ഭാഗത്തിന് ഭൂതത്താൻ കെട്ടുന്ന നിത്യസങ്കല്പം കെട്ടിയത് സ്റ്റോറി ഐതിഹ്യമാണ്. ഇപ്പൊ നിലവിൽ നമ്മളുള്ളത് വടാട്ടുപാറ വെള്ളക്കുത്തെന്ന് പറയണം. വടാട്ടുപാറ വാട്ടർഫാൾസിലാണ് കേട്ടോ. ഇതാണ് വടാട്ടുപാറ വാട്ടർഫാൾസ്. ഇറ്റ്സ് വെരി ഫാന്റാസ്റ്റിക് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട്ലി ഗോർജിയസ് ആണ് കേട്ടോ. ലൈക്ക് ദാറ്റ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ദീസ് വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമുക്ക് എന്നാലും താഴ്ത്തിട്ടൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പോയി നിന്നാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കെന്നാലും അതിൻ്റെ ചോട്ടിയിട്ട് പോകാം. അതുപോലെ തന്നെ ഇറങ്ങി വരുന്ന വഴി കുറച്ച് ഓഫ് റോഡ് പോലെയാണ്. അതുവഴി ഇറങ്ങി വരുന്നത് ചെറിയ മണ്ണിട്ട റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ മണ്ണിട്ട റോഡാണ്. മേ ബി അതുവഴി വണ്ടി ആൾക്കാർ കയറ്റുന്നതാണ്. ചെറിയ കുഴികളുണ്ട്. ഈ വണ്ടി വന്ന് ഓൾറെഡി ടൈറ്റായിട്ടിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. ടാറിടാത്ത കുറച്ച് റോഡ്, ആ റോട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നിലവിൽ വലിയ തെന്നലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളം കണ്ട് മൂടും എന്നാണ് പറയപ്പെടുന്നത്, അത്യാവശ്യം ഹെവി മഴയാണെങ്കിൽ. കാരണം അന്ന് പോളേട്ടൻ നമുക്ക് ഓൾറെഡി പറഞ്ഞാണ് ഇവിടെയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, എങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പോളേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എവിടെയോ ഒരു മുനിയറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ മുനിയറയിൽ പോകണം. ഓ ജീപ്പ് ഉണ്ടല്ലോ. എന്നാൽ ഈ ജീപ്പ് എങ്ങനെ ഇവിടെ ഇറങ്ങിയാവോ? നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല അല്ലേ? ആ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ അല്ലേ. ഓ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. കൊള്ളാല്ലേ, എക്സ്ട്രീം ഗുഡ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മുനിയറ എന്ന് പറയണത്, മുനിയറ നമ്മുടെ ഇവിടെയല്ല. മുനിയറയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി പോയിട്ട് നമുക്കൊരു സ്കൂൾ പടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. ആ സ്കൂൾ പടി ചെന്നിട്ട് വേണം നമ്മൾ തിരിച്ച് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും സ്കൂൾ പടി ചെന്നിട്ട് അവിടെ അള്ളെന്ന് പറഞ്ഞാലാണ് മുനിയറ എന്ന് കാണും. അള്ളെന്ന് പറഞ്ഞാൽ പെരുത്ത അള്ളാണെന്നാണ് കേട്ടേക്കുന്നത്. അള്ളെന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ. ഓൾറെഡി പറഞ്ഞു 10,000-2000 പേരൊക്കെ
അടക്കം ചെയ്യാൻ പറ്റുന്ന ആളാണെന്നാണ് പറഞ്ഞത്. സോ പോയി നോക്കാം. സ്കൂൾ പടിയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒരു 3 to 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. നോക്കിയാലും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ടു ദ മുനിയറ. അപ്പോൾ നമ്മളിന്ന് മുനിയറയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏറെക്കുറെ കുറച്ച് കയറി പോയി കഴിഞ്ഞാൽ മുനിയറയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. നമുക്ക് എന്തായാലും മുനിയറയായിട്ട് പോയി നോക്കാം. നിറച്ചും വെള്ളമാണ് കേട്ടോ. മൈ ഗോഡ്, മൊത്തം നനഞ്ഞ്. ഇവിടെ ഒരു കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ശുദ്ധിഷ്ണു നനഞ്ഞിട്ടുണ്ട്. പോത്തിനെ ആടിനെ കണ്ണാടിനെ കെട്ടാൻ പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കൊന്നും ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അമ്മീ, കണ്ടിട്ട് തന്നെ പേടിയാവണോ? മുനിയറയാണോ അതോ ഒടുക്കത്തെ അറയാണോ? എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത്? കണ്ടിട്ട് തന്നെ സത്യം പറയും വല്ല കടുപ്പിയ പാമ്പ് വല്ല ഇതല്ല പെരുമ്പാമ്പൊക്കെ ചാടി വരും. എന്തോ എന്തെന്നാ ഇത്? എങ്ങനെയാണ് തന്നെ കയറി പോണത് ഇതിൻ്റെ ഉള്ളിട്ട്? എൻ്റെ ദൈവമേ, ഇത് ഹിഡൻ ലൊക്കേഷൻ ആട്ടോ. എന്നാലും മസ്റ്റായിട്ടും വരണം കേട്ടോ. ആൾക്കാരെ കൂട്ടിയിട്ട് വന്നാൽ മതി. എന്നെപ്പോലെ ഇങ്ങനെ തന്നെ ഒന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. എന്താ റിസ്ക് എടുത്ത് വല്ലോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കടിക്കുവോ അല്ലെങ്കിൽ വല്ല പുലിയോ മറ്റേ കാട്ടുപോത്തൊക്കെ വന്ന് ഇടിച്ച് ചത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആരും ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം റിസ്കിൽ വരാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് ഇതൊന്ന് കടന്ന് അപ്പുറത്തേട്ട് പോയി നോക്കാം. ഞാൻ ഓൾറെഡി അള്ള് കണ്ടു കേട്ടോ. തെന്നോന്ന് എനിക്ക് അറിയത്തില്ല. കുറേ എന്നാണ്ടൊക്കെ വന്നിട്ടോ. ഇവിടെ ഓരോ ചൂടുകളും സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം അല്ലേ. ഇവിടെ ആൾക്കാർ കയറി പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ ഓൾറെഡി ചാല് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കയറി പോകുന്ന വഴിയായിരിക്കാം. ഓ എൻ്റെ മോനെ, ഈ സാധനമാണ് അള്ള്. ഓ, ആൾക്കാർ കയറുന്ന വഴി തന്നെ കേട്ടോ. നമ്മൾ പേടിപ്പിച്ച അത്ര പോലെയൊന്നുമില്ല. ഓ, ഇതാണ് ആള്. ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തം നടുക്ക് ഒരു പെരുത്ത ആള്. എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എടുക്കുന്നത്. ദയവായി നിങ്ങൾ ഇതേപോലെ സ്ഥലത്ത് കയറി വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും വരരുത് കേട്ടോ. കാരണം അവിടെ ഒരു കുപ്പി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓ, ഇതൊരു പെരുത്ത പൊത്താണ് കേട്ടോ. കയറി പോകുന്നവരെ എൻ്റെ ചങ്കിൻ്റെ അകത്ത് ഇടി കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. കാരണം തന്നെയാണ് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു കൊള്ളാം അല്ലേ. നല്ലൊരു കിടില സീനറി ആണല്ലേ. ഇവിടെ വെള്ളക്കുപ്പിയും കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബീർ കുപ്പിയും. എനിക്ക് തോന്നുന്ന ആൾക്കാർ വരുന്ന സ്ഥലം തന്നെയാണിത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒന്നൊന്നര സീനാണ് കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടില്ലാത്ത ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അതില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് വന്നതോടുകൂടി നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഫ്ലോ പോയിട്ടുണ്ട്. കാരണം ഈ വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ കമൻറ്റും നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പുതിയ പ്രചോദനമാണ്. സോ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ഓൾ അബൌട്ട് അമലിനോടൊപ്പം ഹെസ. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.